അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ദോസ്തിന് നമ്മുടെ അതിൻ്റെ ബൈക്കിൽ നമ്മൾ രണ്ട് സൈഡിലും ഓരോ ലീഫ് സ്പ്രിങ് വീതം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കൂട്ടിയത്, എന്താണ് അത് കൂട്ടാനുണ്ടായ കാരണം എന്നുള്ളതും നമ്മൾ കൂട്ടിയ രീതിയുമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സാധാരണയായി നമ്മുടെ ദോസ്തിന് കമ്പനി വിടുന്നത് റിയർ ആക്സിലിൽ 3 പ്ലേറ്റുകൾ വീതമാണ് രണ്ട് സൈഡിലും ഉള്ളത്. എന്നാൽ കമ്പനി വിടുന്ന പ്ലാറ്റ്ഫോം കൊണ്ടോ അതിൻ്റെ സൈഡ് ബോഡി കൊണ്ടോ നമുക്ക് ഒരു ലോഡ് കയറ്റാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവം തന്നെ. ആ സമയത്ത് നമ്മൾ നല്ല കനം കൂടിയ തകിടും അതുപോലെ തന്നെ മറ്റേ ആംഗ്ലെയറുകളും ഈ അണ്ടർ ബോഡിയിൽ ആംഗ്ലെയറുകളും ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ വണ്ടി ബോഡി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബോഡി ചെയ്തത് കൂടാതെ നമ്മുടെ വണ്ടിയുടെ നമുക്കറിയാം, സാധാരണയായി വണ്ടി കമ്പനി ഇറക്കുമ്പോൾ നമുക്ക് ബൈക്കിലെ ഡോറ് മാത്രമാണ് തുറക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ വണ്ടിയുടെ 2 സൈഡ് ഡോറും കൂടി തുറക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആക്കിയ സമയത്ത് തന്നെ അതിനും ആവശ്യമായ ആംഗ്ലെയറുകളും തകിടുകളും എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ എക്സ്ട്രാ ആഡ് ചെയ്ത സാധനങ്ങളുടെ വെയിറ്റ് കൂടി നമുക്ക് ഈ ബാക്ക് പോർഷനിലേക്ക് ഈ ഒരു പെട്ടിയുടെ ഭാഗത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ വെയിറ്റുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്ത ആംഗ്ലെയറിൻ്റെയും തകിടിൻ്റെയൊക്കെ വെയിറ്റുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ ഈ റിയർ പോർഷനിലേക്ക് ലോഡ് കയറ്റാവുന്നതിൻ്റെ കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വെയിറ്റ് ഓൾറെഡി അതിനൊരു വെയിറ്റ് പെർമിസിബിൾ ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടാവാം. അപ്പോൾ അത് കൂടാതെ നമ്മൾ ഈ സാധനങ്ങൾ ഈ ആംഗ്ലെയറും ഷീറ്റുകളും ഒക്കെ വെച്ച് നമ്മുടെ ബോഡി ഒന്നുകൂടി ബലപ്പെടുത്തുമ്പോൾ നമുക്ക് അതിലേക്ക് കയറ്റാവുന്ന ലോഡിൻ്റെ കിലോ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ വണ്ടിയിലേക്ക് തകിടുകളൊക്കെ ഫിറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റുകൾ കുറച്ചിട്ടാണുള്ള വെയിറ്റാണ് പിന്നെ നമുക്ക് കയറ്റാൻ സാധിക്കുകയുള്ളൂ. ദോസ്തിനെ സംബന്ധിച്ചിടത്തോളം വണ്ടിയുടെ വലിയയോ അല്ലെ മറ്റു കാര്യങ്ങളെയോ ഒന്നും ഇത് സംഭവം ബാധിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് നമുക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടയറും ഈ ബൈക്കിലെ ഈ ടയറും അതുപോലെ തന്നെ നമ്മുടെ ഈ അണ്ടർ ബോഡിയും തമ്മിലുള്ള ഗ്യാപ്പ് കുറയുകയും നമ്മൾ ലോഡ് എന്തെങ്കിലും കയറ്റുന്ന അവസരത്തിൽ നമ്മുടെ പെട്ടിയിലേക്ക് ലോഡ് കയറ്റുന്ന അവസരത്തിൽ ഈ വണ്ടി ഓടിപ്പോകുന്ന സമയത്ത് ഏതെങ്കിലും ഹമ്പിലോ അല്ലെങ്കിൽ മറ്റു കുഴികളിലോ ചാടുമ്പോൾ ഈ ടയർ നമ്മുടെ ഈ ഒരു അണ്ടർ ബോഡി ഭാഗത്ത് ഒരയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗം വല്ലാണ്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു അവസരവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രോബ്ലമാണ് നമുക്കുണ്ടായത്. ഈ ഒരു ഭാഗം നമ്മുടെ ഈ വണ്ടിയുടെ അടിയിൽ ഒരയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുകയും എന്താണ് അതിൻ്റെ പരിഹാരം എന്നുള്ള രീതിക്ക് നമ്മൾ ഓരോ പ്ലേറ്റ് വീതം നമ്മൾ 2 സൈഡിലും നമ്മൾ ആഡാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്താണ് നമ്മളത് ചെയ്തത്. അതായത് നമ്മുടെ ഈ മെയിൻ പ്ലേറ്റിന് തൊട്ട് താഴെ ഇങ്ങനെ ഒരു ബെൻഡോട് കൂടിയ ഒരു മെയിൻ പ്ലേറ്റിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള സെക്കൻഡ് പ്ലേറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടുള്ളത്. അപ്പം 2 സൈഡിൽ ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. എല്ലാ പ്ലേറ്റുകളുടെയും ക്യാമ്പറിങ്ങും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 പരാബോളിക് ലീഫ് സ്പ്രിങ്ങുകൾ മേടിച്ചിട്ടുണ്ട് 2 സൈഡിലേക്കും വേണ്ടിയിട്ട്. അപ്പോൾ അത് മേടിച്ച് നമ്മൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ മറ്റ് ബുഷും കാര്യങ്ങളും എല്ലാം മാറി. അതുപോലെ തന്നെ നമ്മൾ യു ക്ലാമ്പിന് നീളം കൂട്ടേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ നീളം കൂട്ടിയ യു ക്ലാമ്പ് ഒക്കെ വാങ്ങിച്ച് മുറുക്കിയാണ് നമ്മളിത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തത് നമ്മൾ കോട്ടയം പള്ളിപ്പുറത്തുകാവിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ഈ ഒരു പരിപാടികളൊക്കെ നമ്മൾ ചെയ്തത്. അത് അവിടെ ചെയ്യാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നമ്മൾ പ്ലേറ്റ് ക്യാമ്പറിങ് അല്ലെങ്കിൽ പ്ലേറ്റ് അടിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ആ പ്ലേറ്റ് ഇവിടെ അടിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഹാമർ ഉപയോഗിച്ചിട്ടല്ല, ഇവിടെ മെഷീനാണ് പ്ലേറ്റ് അടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ബെൻഡിനും കാര്യങ്ങളിലും ഒക്കെ ആ പ്ലേറ്റ് നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും. 2 സൈഡ് ഒരുപോലെ ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ലാതെ നമുക്ക് 2 സൈഡ് ഒരുപോലെ അത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അത് തന്നെയുമല്ല, ഇവിടെയുള്ള ആശാന്മാരെല്ലാം വളരെയധികം പഴക്കവും ചെന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. ഇതുപോലെ കാണണം. അത് എല്ലാം കൂടെ ആയിക്കോട്ടെ, ഊരിയെടുത്തു സാധനം ഊരിയെടുത്തു എല്ലാം കൂടെ മേടിച്ചു. നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിനകത്ത് പ്ലേറ്റ് വളയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഇട്ടേക്കാം. നിങ്ങളെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണേ ചെയ്യട്ടെ. ഞാൻ കൊടുത്തോളാം.
ഇപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് കയറ്റിയിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഒരു രീതിയിലും നമ്മുടെ വണ്ടിയുടെ ബാക്ക് കൂഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഒരു രീതിയിൽ നമ്മുടെ ബാക്ക് കൂഞ്ഞിട്ടില്ല. അത് തന്നെയല്ല, നമ്മുടെ റിയറിലെ ടയറും ബോഡിയും തമ്മിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് തന്നെയുണ്ട്. ഇപ്പം പ്ലേറ്റ് ഇരിക്കുന്നതും നല്ല അതേ രീതിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു കാരണവശാലും അത് കണ്ടമാനം ഒന്നും ബെൻഡാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി നമ്മൾ എടുത്ത സമയത്ത് ഈ രീതിയിൽ പ്ലേറ്റ് കൂട്ടാതിരുന്നത് നമ്മുടെ വാറൻറ്റി പീരീഡിനുള്ളിൽ നമ്മൾ പ്ലേറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സിൻ്റെയും അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെയും വാറൻറ്റി നമുക്ക് നഷ്ടമാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ സമയത്ത് വാറൻറ്റി പീരീഡിൽ ഈ പ്ലേറ്റ് കയറ്റാതിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റീച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.